എന്നൊക്കെയുള്ളതാണ്. എന്തായാലും ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വഴി തെളിയുന്നുണ്ട്. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സീനിയർ അഡ്വൈസറായ ജാരദ് കുഷ്ണറും ഇന്ന് പാകിസ്ഥാനിലെത്തും. നേരിട്ട് ചർച്ചയുണ്ടാകില്ലെന്നാണ് ഇറാൻ നൽകുന്ന സൂചന. സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ അറിയിച്ചേക്കും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അഞ്ജലി, ഏറെക്കുറെ പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കേൾക്കുന്നത്. കാരണം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും അദ്ദേഹത്തിന് നേതൃത്വമുള്ള സംഘവും ഇറാനിലെത്തിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചയില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ചർച്ചകൾ നടക്കാനിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ അമേരിക്കയുമായി ചർച്ചയുള്ളൂ എന്ന നിലപാടിൽ ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ സമാധാന ശ്രമങ്ങൾ, അതായത് ഇറാൻ്റെ ഭാഗത്തുള്ള സമാധാന ശ്രമങ്ങളും ഇറാൻ്റെ പോയിന്റുകളും എല്ലാം ഇറാൻ്റെ സംഘം പാകിസ്ഥാനെ അറിയിക്കും. അത് പാകിസ്ഥാൻ അമേരിക്കൻ സംഘവുമായി ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നേരത്തെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസിന്റെ നേതൃത്വത്തിലാകും പാകിസ്ഥാനിലേക്ക് സംഘം വരിക എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് ചർച്ചകൾക്കില്ല എന്ന നിലപാട് വന്നതോടുകൂടി തന്നെ JD വാൻസ് ഇല്ല, പകരം ട്രംപിന്റെ മരുമകൻ ജെറാൾഡ് കുഷ്ണറും ഒപ്പം സ്റ്റീവ് വിറ്റ്കോഫും അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്നെത്തുക. എന്തായാലും പ്രതീക്ഷയുള്ള കാര്യമാണ്. ഇറാനെ സംബന്ധിച്ച് അവർ ചർച്ചയ്ക്ക് തയ്യാറായി വരുന്നു. പക്ഷേ അതിനപ്പുറത്ത് അമേരിക്കയുമായി നേരിട്ടില്ല. പകരം ഇപ്പോൾ പാകിസ്ഥാനി സമാധാന ശ്രമങ്ങളും സമാധാന കരാറിന്റെ ഭാഗങ്ങളും ഒക്കെ, അത് ഇറാന്റെ നിലവിലുള്ള നിലപാട്, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത്, ആണവ നിർവ്യാപനം അടക്കമുള്ള കാര്യങ്ങളുടെ നിലപാട് പാകിസ്ഥാനെ അറിയിക്കും. സമാന്തരമായി തന്നെ റഷ്യയുമായും കുവൈറ്റുമായും ഒക്കെ ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ട്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചകളില്ലെന്ന് പറയുമ്പോഴും മറ്റ് രാജ്യങ്ങളുമായി, ഇറാന് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളുമായൊക്കെ ഇറാൻ ചർച്ചകൾ നടത്തിക്കൊണ്ട് ആ ചർച്ചയുടെ ഒരു പൊതുരൂപം പാകിസ്ഥാൻ വഴി അമേരിക്ക അറിയിക്കാനാണ് ഇപ്പോൾ ഇറാൻ ആലോചിക്കുന്നത്. എന്തായാലും പക്ഷേ ഇറാനെ സംബന്ധിച്ച് നിലപാടിൽ മാറ്റമില്ല. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിക്കാതെ ഒരു തരത്തിലും ചർച്ചയില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ട്രംപ്, അതായത് മരുമകനെ അടക്കം ചർച്ചയ്ക്ക് വിടുമ്പോൾ ട്രംപ് ഇപ്പോഴും ആവർത്തിക്കുന്നത് സമാധാന ശ്രമങ്ങളിൽ ഒപ്പിടാനുള്ള, സമാധാന കരാറിൽ ഒപ്പിടാനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ആണവ സംഘർഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുവഴി ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്നു. കാരണം ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആഗ്രഹിക്കുന്ന, അതിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആണവ നിർവ്യാപന, അതായത് ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും തോതിൽ അമേരിക്കയ്ക്ക് വിട്ടു നൽകാനും ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ചർച്ചകൾക്ക്, അതായത് കഴിഞ്ഞ ദിവസം വരെ ചർച്ചകൾക്കായി ഞങ്ങൾ പോകുന്നില്ല എന്ന് ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്ന ഇറാന്റെ പ്രതിനിധി സംഘം നേരിട്ട് വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വം തന്നെയുള്ള സംഘം നേരിട്ട് പാകിസ്ഥാനിൽ എത്തുന്നത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ലോകവും ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ്. കാരണം ഈ പാകിസ്ഥാനിലേക്ക് ചർച്ചകൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ രൂപത്തിൽ ഇന്ധനവിലയെല്ലാം വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ ചർച്ചകൾക്കായി പാകിസ്ഥാനിൽ എത്തുമ്പോൾ ഇന്ധനവില വലിയ രൂപത്തിൽ, അതായത് ബ്രണ്ട് ക്രൂഡ് ഓയിലിലേക്ക് വില വലിയ രൂപത്തിൽ താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. 100 താഴെ എത്തുന്നു. അങ്ങനെ വലിയ രൂപത്തിൽ ലോകത്തിന് പ്രതീക്ഷ ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞത് തന്നെ ഒരു ചർച്ചയിലേക്ക് ഇറാൻ തയ്യാറായി എത്തുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ അപ്പോഴും ആദ്യ ചർച്ച എവിടെയാണോ അലസിപ്പിരിഞ്ഞത് ആ കാരണങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം.